എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ദാവീദ് തന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് എഴുതിയ ഒരു സങ്കീർത്തനമാണിത്. വളരെ വ്യക്തമായി ഇതിന് അടിസ്ഥാനമായ ദാവീദിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവം എന്താണെന്ന് കൂടി നാം മനസ്സിലാക്കണം. ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ ഈ സങ്കീർത്തനം എഴുതിയത് ആരാണെന്നും ഏത് സാഹചര്യത്തിലാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നതെന്നും അതിന്റെ തലക്കെട്ടിൽ നല്ലതുപോലെ നൽകിയിട്ടുണ്ട്. ഈ അനുഭവം അത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 24-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയി 1 ശമൂവേൽ 24-ാം അധ്യായം നിങ്ങൾ ഒരുമിച്ച്, മക്കളും ഒരുമിച്ച് വായിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. ജീവിതത്തിന്റെ അനുഭവമാണ് ദാവീദിന്റേത്. അത് വീണ്ടും എടുത്തു പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. എന്തായിരുന്നു ആ ചരിത്ര സംഭവം? ഇറ്റ് വാസ് എ ഹിസ്റ്റോറിക്കൽ ഇവന്റ്. ഒരു ചരിത്ര സംഭവമാണ്. ആ ചരിത്ര സംഭവം ചുരുക്കി പറഞ്ഞാൽ, ദാവീദ് എന്ന ഇടയബാലൻ പിതാവിന്റെ നിയോഗപ്രകാരം യുദ്ധമുഖത്ത് നിൽക്കുന്ന സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് തിരികെ വരിക. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, രാജാവും ഇസ്രായേൽ രാജാവായ ശൗലും ഇസ്രായേൽ സൈന്യവും ഒരു ഫെലിസ്ത്യ മല്ലന്റെ മുൻപിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന അനുഭവമാണ്. അവിടെയാണ് ദാവീദ് എന്ന ആ ഇടയബാലൻ ഗോലിയാത്ത് എന്ന ഫെലിസ്ത്യ മല്ലനെ നിഗ്രഹിച്ച് ഇസ്രായേൽ രാജാവിനും ദൈവജനത്തിനും ഒരു വലിയ ആഘോഷം ഒരുക്കുന്നത്. ശൗൽ രാജാവും ദാവീദും ഒരുമിച്ച് രാജകൊട്ടാരത്തിലേക്ക് വിജയാഹ്ലാദവുമായി തിരികെ പോകുമ്പോൾ ആ രാജവീഥികളുടെ ഇരുവശങ്ങളിലും താമസിക്കുന്ന ആളുകൾ ആ ഘോഷയാത്ര കണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. രാജാവിനിത് അവന്റെ മനസ്സിൽ സ്വീകരിക്കാനായിട്ട് കഴിയുന്നില്ല. അന്നു മുതൽ ദാവീദിനോട് അവന്റെ മനസ്സിൽ രൂപപ്പെട്ട ആ ഒരു വിദ്വേഷത്തിന്റെയും ശത്രുതയുടെയും പകയുടെയും ഒക്കെ അനുഭവമാണ്.
അതിന്റെ പശ്ചാത്തലത്തിൽ ശൗൽ രാജാവ് ദാവീദിനെ നിഗ്രഹിക്കുന്നതിനു വേണ്ടി പടയാളികളുമായി പുറപ്പെട്ട് ഏറ്റവും ഒടുവിലെത്തുന്നത് ദാവീദും അവന്റെ സ്നേഹിതരും അഭയം പ്രാപിച്ച ഗുഹയിൽ തന്നെ ശൗൽ രാജാവും അവന്റെ പടയാളികളും വിശ്രമിക്കുന്നതിനായി എത്തുന്ന അനുഭവമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ രാജാവ് അവന്റെ പടയാളികൾ ആരെയാണോ അന്വേഷിച്ച് ആരെയാണോ നിഗ്രഹിക്കേണ്ടത് അവൻ താമസിക്കുന്ന അതേ ഗുഹയിൽ തന്നെ രാജാവ് പ്രവേശിച്ചിരിക്കുന്നു. എന്നാൽ അവിടെ നിന്നൊക്കെ അത്ഭുതകരമായി ദാവീദ് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ദാവീദ് ശൗൽ രാജാവിന്റെ കയ്യിൽ നിന്നും രക്ഷ പ്രാപിച്ചതിന് ശേഷം ആ ദൈവത്തിന് തന്റെ ജീവിത അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എഴുതിയതായ ഒരു സങ്കീർത്തനമാണ് 57-ാം സങ്കീർത്തനം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി ഈ സങ്കീർത്തനം വായിക്കണം. ഇവിടെ നാം ഈ സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ ഓരോ വാക്യത്തിലും ദാവീദ് കടന്നുപോയ ജീവിത അനുഭവങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ 1-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളും. ദാവീദ് കടന്നുപോയ ജീവിതത്തിന്റെ അനുഭവമാണ്. ആപത്തുകൾ എന്ന് പറയുമ്പോൾ ദി ആക്സിഡന്റ്സ് നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന ഒന്നാണ്. ഒന്നും കാൽക്കുലേറ്റ് ചെയ്ത് പ്രവർത്തിപ്പാൻ ആ സമയത്ത് കഴിയില്ല. ദാവീദ് പറയുകയാണ്, എന്റെ ജീവിതത്തിലും ഞാൻ ആപത്തുകളിലൂടെ കടന്നുപോയ മനുഷ്യനാണ്. ഒരു പ്രാവശ്യമല്ല, one after another. ഒന്നിനു പുറകെ ഒന്നായി ആപത്തുകൾ നേരിട്ട മനുഷ്യൻ. ഇനി ഞാൻ എന്ത് ചെയ്യും? വളരെയധികം ആകുലതകളാണ്, വളരെയധികം വേദനകളാണ്. മനസ്സിലാക്കണം, അദ്ദേഹം ഉന്നതമായ സ്ഥാനത്താണ് പ്രവർത്തിച്ചതെങ്കിലും തന്റെ ജീവിതത്തിന്റെ തലങ്ങളിൽ അതൊന്നും തന്നെ യേശിയിട്ടില്ല. ഒരു സാധാരണ മനുഷ്യനെ പോലെ, ഒരു സാധാരണ വിശ്വാസിയെ പോലെ അദ്ദേഹം എല്ലാ ശുശ്രൂഷകളിൽ വന്ന് സംബന്ധിക്കും. ആരും അറിയില്ല, ആരെയും അറിയിക്കാതെ തന്റെ ഭവനത്തിലേക്ക് തിരികെ പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ആ വർഷത്തെ ടൈറ്റ് മാത്രം മാറ്റിവെച്ചാണ് 10 ലക്ഷം രൂപ അന്ന് ആ ഭദ്രാസനത്തിന് ഡയോസിസൻ കളക്ഷനായി നൽകിയത്. In every aspect he was following Christ.
A true believer അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. രാവിലെ ജോലിക്കെത്തിയപ്പോൾ തന്റെ മേശപ്പുറത്തിരിക്കുന്ന എഴുത്ത്, it is very personal and it is very urgent. ജീവിതത്തിലെ ആപത്തുകളാണ്. ഇതുപോലെ എത്രയെത്രയോ അനുഭവങ്ങൾ. നിലച്ചിരിക്കാത്ത സമയത്ത്, യാതൊരു കണക്കുകൂട്ടലും നടത്തുവാൻ കഴിയാത്ത സമയത്ത് ജീവിതത്തിൽ സംഭവിക്കുന്ന അനുഭവങ്ങളെയാണ് ആക്സിഡൻസ് എന്ന് പറയുന്നത്. ദാവീദ് കടന്നുപോയത് അപ്രകാരമുള്ള ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലൂടെയാണ്. അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും ദാവീദ് ആഗ്രഹിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ജീവിതത്തിന്റെ അനുഭവത്തെ ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തെ വാക്യം, എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു. എന്താ വിഴുങ്ങുക എന്നുള്ളതിന്റെ അർത്ഥം? ഈ സങ്കീർത്തനം ധ്യാനിച്ചതായിട്ടുള്ള ആ സമയങ്ങളിൽ എനിക്ക് ലഭിച്ച ആ ഒരു അനുഭവം കൂടി ഞാൻ പറയാം. ഇത് വർഷങ്ങൾക്ക് മുൻപാണ്. ഞാൻ വെൺമണി മാർത്തോമ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലം. അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷം ന്യൂസ് കേട്ടു. അതിനുശേഷം ജിയോഗ്രാഫി ചാനൽ ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ്, അതൊന്ന് ട്യൂൺ ചെയ്തു. അന്ന് അവിടെ കാണിക്കുന്ന ചിത്രം ഒരു പെരുമ്പാമ്പ് ഒരു മാൻകുട്ടിയെ വിഴുങ്ങുന്ന ചിത്രമാണ്. ആദ്യം ആ പെരുമ്പാമ്പ് ആ മാൻകുട്ടിയുടെ ശരീരത്തെ മുഴുവൻ ചുറ്റി വരിഞ്ഞു മുറുക്കി. ആ മാൻകുട്ടി ചത്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന്റെ ചുറ്റലുകളെല്ലാം വീണ്ടും അഴിച്ചു. പിന്നെ ആ മാൻകുട്ടിയെ വിഴുങ്ങുവാൻ ആരംഭിക്കുകയാണ്. ആദ്യം തലയാണ് വിഴുങ്ങുന്നത്, പിന്നെ കഴുത്ത്, ഉടല്, ഇങ്ങനെ ഏറ്റവും ഒടുവിൽ അതിന്റെ കാലിലെ കുളമ്പാണ്. എല്ലാം അത് വിഴുങ്ങിക്കഴിഞ്ഞു. ഇനി വിഴുങ്ങുവാനുള്ളത് ആ കാലിലെ കുളമ്പുകൾ മാത്രമാണ്. എനിക്കറിയാൻ വയ്യ എന്തുകൊണ്ടാണ് ആ ഫിലിം ഷൂട്ട് ചെയ്ത ഡയറക്ടർ ഒരു നിമിഷ നേരത്തേക്ക് ആ ഭാഗം മാത്രം സ്റ്റിൽ ചെയ്തു. എന്നിട്ട് പെട്ടെന്ന് അത് വീണ്ടും ഓടിച്ചു. അപ്പോൾ ആ സംവിധായകന് ലോകത്തോട് അറിയിക്കാനുള്ള ഒരു സന്ദേശം ഇതായിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നത്. നോക്കൂ, ഈ മാൻകുട്ടിയെ സംബന്ധിച്ച് അതിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് ഈ കാലുകളിലെ കുളമ്പാണ്. അതിന് എന്തു മൂല്യമാണുള്ളത്? എന്നാൽ
ഒരു മൂല്യവുമില്ലാത്ത ഈ കുളമ്പ് പോലും ആ പെരുമ്പാമ്പ് വിഴുങ്ങിയിരിക്കുന്നു. ഇനിയും ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു മാൻകുട്ടി ജീവിച്ചിരുന്നിട്ടില്ല എന്ന് സ്പഷ്ടമായി ലോകത്തോട് വിളിച്ചറിയിക്കുന്ന ഒരനുഭവമാണ്. വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ the total annihilation, the total destruction. അതാണ്. അപ്പോൾ ദാവീദ് പറയുകയാണ്, ആരാണ് എന്റെ മുൻപിൽ ധിക്കാരം കാട്ടുന്നത്? എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവരാണ്. They wanted to destroy and annihilate my life on this earth. And they wanted to declare to the world that this person was not lived in this world. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നു. ഇനി മൂന്നാമത്തെ അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. 4-ാമത്തെ വാക്യത്തിൽ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഒരു സിംഹത്തിന്റെ കൂട്ടിൽ കിടക്കുന്ന സിംഹത്തിന്റെ സാന്നിധ്യവും അതിന്റെ ഗർജനം പോലും ഭയവും അസ്വസ്ഥതയും ഉളവാക്കുന്നതാണ്. സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നതാണ്. ഭയം നൽകുന്നതാണ്. ദാവീദ് പറയുന്നു, എന്റെ ജീവിതത്തിന്റെ അനുഭവം, എന്റെ പ്രാണൻ എവിടെയാ? എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു. That means ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഭയങ്ങൾ, ജീവിതത്തിന്റെ സ്വസ്ഥതയില്ലായ്മ, സ്വസ്ഥത നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങൾ, ഭയപ്പെട്ടു പോകുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, ഇനി 4-ാമത്തെ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 4-ാമത്തെ അനുഭവത്തിൽ ദാവീദ് പറയുകയാണ്, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? അഗ്നി, തീ, അഗ്നിജ്വാലകൾ എന്താ നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം? പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ നല്ലതുപോലെ അറിയാം. അടുക്കളയിൽ പാകം ചെയ്യുമ്പോൾ ഒരു ഫ്ലെയിം അബദ്ധവശാൽ കയ്യിലൊന്ന് തൊട്ടുപോയാൽ എന്ത് സംഭവിക്കും? പൊള്ളും. പൊള്ളിയാൽ എന്താണ് ഉണ്ടാകുക? വേദന. അത് നിങ്ങൾ പറയുന്നത് വേദന എന്നാണ്. നിങ്ങൾ അങ്ങനെ പറയുമോ? ഒരു ഫ്ലെയിം നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ചാൽ, ഒരു അഗ്നിജ്വാല നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ചാൽ എന്താ ഉണ്ടാവുന്നത്? നിങ്ങൾ പറഞ്ഞുകൊള്ളൂ. പൊള്ളിയാൽ വേദനയാണോ മറ്റെന്തെങ്കിലും അനുഭവമാണോ? നീറും ഇല്ലേ? അതാണല്ലോ സാധാരണ ഉണ്ടാവുന്നത്. വേദനയല്ല, വേദന
നീച്ചലും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് അറിയാം. ദാവീദ് പറയുകയാണ്, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. അതായത് മനസ്സും ഹൃദയവും ഒക്കെ നീറുന്ന അനുഭവത്തിലൂടെയാണ് ദാവീദ് കടന്നു പോകുന്നത്. നീറ്റലുകൾ അനുഭവിക്കുക. ചിലപ്പോൾ ചില മാതാപിതാക്കളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛനായിരുന്നപ്പോഴും ഇപ്പോൾ തിരുമേനിയായിരിക്കുന്ന ഈ സാഹചര്യത്തിലും കേൾക്കുന്നത്, എൻ്റെ മക്കളുടെ ഭാവിയെ ഓർത്ത് എൻ്റെ മനസ്സ് നീറുകയാണ്. എൻ്റെ മക്കളുടെ ഭാവിയെ ഓർത്ത് എൻ്റെ മനസ്സ് നീറുകയാണ്. എൻ്റെ ഭർത്താവിൻ്റെ വഴിവിട്ട ജീവിതത്തെ ഓർത്ത് എൻ്റെ മനസ്സ് നീറുകയാണ്. എൻ്റെ ഭാര്യയുടെ വഴിവിട്ട ജീവിതത്തെ ഓർത്ത് എൻ്റെ മനസ്സ് നീറുകയാണ്. നീറുന്ന മനസ്സുകൾ അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. ഇനി അടുത്ത ധാരാളം ഉദാഹരണങ്ങൾ പറയാനായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഇവിടെ അടുത്ത അനുഭവത്തെ കുറിച്ച് പറയുന്നു. 5ാമത്തെ അനുഭവമാണ് പല്ലുകൾ, കുന്തങ്ങളും അസ്ത്രങ്ങളും, നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ. അവിടെ ദാവീദ് ഉപയോഗിക്കുന്ന ആ ഉദാഹരണങ്ങൾ പല്ലുകൾ, കുന്തങ്ങളും അസ്ത്രങ്ങളും, നാവ് മൂർച്ചയുള്ള വാളും. കുന്തവും അസ്ത്രവും വാളും. കുന്തം കൊണ്ട് കുത്തിയാലും വാളുകൊണ്ട് വെട്ടിയാലും അസ്ത്രം കൊണ്ട് എയ്താലും എല്ലാം നൽകുന്ന ഒരനുഭവമുണ്ട്. ആ അനുഭവമാണ് മുറിവുകൾ. ആണോ? മുറിവുകളാണ്. പല്ലുകൾ, കുന്തങ്ങളും അസ്ത്രങ്ങളും, നാവ് മൂർച്ചയുള്ള മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ ഞാൻ ജീവിക്കുന്നു. മുറിവുകളാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ അത് സ്റ്റിച്ച് ചെയ്തും മരുന്ന് പുരട്ടിയും ഒക്കെ സൗഖ്യം വരുത്താം. എന്നാൽ ഹൃദയത്തിനും മനസ്സിനും ഏൽക്കുന്ന മുറിവുകൾ അത് കാലത്തിന് മാത്രമേ മായ്ക്കാൻ കഴിയൂ. ഇവിടെ ദാവീദ് പറയുകയാണ്, എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ മുറിവുകളുടേതാണ്. ബാഹ്യമായ മുറിവുകളല്ല, ആന്തരികമായ മുറിവുകളാണ്. മനസ്സിനും ഹൃദയത്തിനും ഒക്കെ ഏറ്റിരിക്കുന്ന മുറിവുകളാണ്. ധാരാളം മുറിവുകളേറ്റ മനുഷ്യനാണ് ദാവീദ്. വേദപുസ്തകം വായിച്ച് നോക്കിക്കോ, എത്രയെത്ര മുറിവുകളേറ്റ മനുഷ്യനാണ് ദാവീദ്. ദാവീദ് പറയുന്നു, മുറിവുകളേറ്റ മനുഷ്യനാണ്. ഇനിയും അടുത്ത അനുഭവത്തെ കുറിച്ച് പറയുന്നത് അതിന്റെ 6ാമത്തെ വാക്യത്തിലാണ്. അവർ എന്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചിരിക്കുന്നു.
അവർ എന്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? I cannot go beyond. അല്ലേ? അതിനപ്പുറത്തേക്ക് എനിക്ക് പോകാനായിട്ട് കഴിയില്ല. I cannot go beyond. എല്ലാ വാതിലുകളും അടഞ്ഞു. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഞാൻ ഇന്ന് ഈ രാത്രി എന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. പോലീസ് കേസുണ്ട്, എത്രയോ ലക്ഷം ദിനം ഞാൻ കൊടുക്കാനുണ്ട്. ഞാനൊരു കടക്കാരനാണ്. ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്ന് വളരെ അനുഗ്രഹീതമായ ഒരു സാക്ഷ്യ ജീവിതം നയിക്കുന്നു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ദാവീദ് പറയുകയാണ്, അവർ എന്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു. I cannot go beyond. ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇനി അടുത്ത അനുഭവമുണ്ട്. എന്താ? എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. The mind is overpowered by the frustrations and disappointments. എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. This is the real situation. And from this real situation, ദാവീദ് പറയുകയാണ്, എന്താ? എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എത്ര അനുഗ്രഹീതമാണ്! എപ്പോഴാണ് ഞാൻ പാടേണ്ടത്? എപ്പോഴാണ് ഞാൻ കീർത്തനം ചെയ്യേണ്ടത്? എപ്പോഴാണ് എന്റെ മനസ്സ് പതറിപ്പോകാതിരിക്കേണ്ടത്? ആപത്തുകൾ ഏറി വരുമ്പോൾ, എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ, എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ ആയിരിക്കുമ്പോൾ, പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിലായിരിക്കുമ്പോൾ, എന്റെ കാലടികൾക്ക് അവർ വല വിരിച്ചു. ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. പ്രിയ ദൈവജനമേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ഇവിടെ ഈ സന്ധ്യാ സമയത്ത് ഈ ആരാധനയിൽ ദാവീദ് കടന്നുപോയ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എത്രയോ പേർ വന്നിട്ടുണ്ട്. അവരോടാണ് ഈ ദൈവവചനം സംസാരിക്കുന്നത്. ദാവീദ് പറയുന്നു, My heart is steadfast. My heart is steadfast. I will sing and I will praise. വെറുതെ അല്ല അങ്ങനെ പറഞ്ഞത്. ദാവീദിന് പറയാൻ കാരണം 3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കാം. അച്ഛൻ പറഞ്ഞു 9:45 മണിയാകുമ്പോൾ നിർത്തണം. 9:45 മണിക്ക് തന്നെ ഞാൻ നിർത്താം. ദാവീദ് പറയുകയാണ്, എന്റെ മനസ്സുറച്ചിരിക്കുന്നു, എന്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. Not because of the people who support me,
not because of my power, not because of my strength, my intellect, my ability. No, not because of പിന്നെ എന്താ ദാവീദ് പറയാൻ ശ്രമിക്കുന്നത്? അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, ഞാൻ എവിടെയാണ് ശരണം പ്രാപിക്കുന്നത്? ഞാൻ എവിടെയാണ് ശരണം പ്രാപിക്കുന്നത്? നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. 91-ാം സങ്കീർത്തനം എങ്ങനെയാ ആരംഭിക്കുന്നത്? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും എന്റെ ദൈവവും. അല്ലേ? ഇവിടെ ദാവീദ് പറയുകയാണ്, നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. നിന്റെ ചിറകിൻ കീഴിലല്ല. ആണോ? അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? നിന്റെ ചിറകിൻ നിഴല് മതി എനിക്ക്. നിന്റെ ചിറക് മറ്റ് ആർക്കും നീ കൊടുത്തു, പക്ഷേ എനിക്ക് വേണ്ടിയത് നിന്റെ ചിറകിന്റെ നിഴലാണ്. പ്രിയ ദൈവജനമേ, അതുപോലെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഈ ദാവീദ്. വേദപുസ്തകം മുഴുവൻ നിങ്ങൾ വായിച്ചു. ഇത്രയധികം പരാജയപ്പെട്ട ഒരു മനുഷ്യൻ, ഇത്രയധികം ആകുലതകൾ അനുഭവിച്ച ഒരു മനുഷ്യൻ, ഇത്രയധികം മോഹഭംഗങ്ങൾ അനുഭവിച്ച മനുഷ്യൻ, എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനെ പോലെ ദാവീദിന്റെ ഒരു സഞ്ചാരമുണ്ട്. മകൻ അബ്ശാലോമിനെ ഭയപ്പെട്ട് രാജകൊട്ടാരത്തിൽ നിന്ന് ഓടുന്ന ഒരോട്ടമുണ്ട്. നിങ്ങളത് വായിക്കണം. ഒന്നുമില്ലാത്തവനെ പോലെ പരാജയപ്പെട്ട് ആരും സപ്പോർട്ടില്ലാതെ ജീവിതത്തിന്റെ യാത്രകളിൽ മുൻപോട്ട് പോകുന്നവന് ദൈവത്തിന്റെ ചിറക് വേണ്ട, അവന്റെ ചിറകിന്റെ നിഴലാണ്, നിഴല് മാത്രമാണ് ദാവീദ് ആവശ്യപ്പെട്ടത്. പ്രിയ ദൈവജനമേ, നാം കടന്നു പോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഈ ദാവീദിനെ പോലെ നമുക്കും പറയുവാൻ കഴിയണം, എന്റെ ദൈവമേ, നിന്റെ നിഴൽ എനിക്ക് വേണം. നിന്റെ ചിറകിന്റെ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. രണ്ടാമത്, ആ വിശ്വാസ ജീവിതത്തിന്റെ ശക്തി ലഭിക്കുന്നത് 2-ാമത്തെ വാക്യം. അവിടെ എന്താ ദാവീദ് പറയാൻ ശ്രമിക്കുന്നത്? എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഈ ഒരു വലിയ കാഴ്ചപ്പാടാണ് നമുക്കുണ്ടാകേണ്ടത്. എനിക്ക് വേണ്ടി സകലവും നന്നായി ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ദാവീദിന് പറയുവാനുള്ളത് അത് തന്നെയാണ്. A God who is doing everything beautiful for my life. എന്റെ ജീവിതത്തിന് വേണ്ടി അവൻ സകലവും നന്നായി ചെയ്യുന്നവനാണ്. അതാണ് ദാവീദ് പറയാൻ
ദാനിയേൽ ഇവരുടെയൊക്കെ ജീവിതം നാം നോക്കുമ്പോൾ യോസേഫിനെ സ്വന്തം സഹോദരന്മാർ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? That would have been the end of his life. ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? That would have been the end of his life. പക്ഷേ എല്ലാം നന്നായി ചെയ്യുന്ന ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി. കണ്ടോ, അവിടെ ദാവീദ് എഴുതിയിരിക്കുന്നത്, എനിക്ക് വേണ്ടി സകലവും നന്നായി ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ദാവീദ് കടന്നുപോയ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഇസ്രായേലിന്റെ രാജ്യത്വത്തിലേക്ക് പ്രവേശിപ്പാൻ അവന് സാധ്യമായി. അതുമാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ജീനിയോളജി പറയുമ്പോൾ ദാവീദിന്റെ മുളയിൽ നിന്ന് ഞാൻ എൻ്റെ കൊമ്പിനെ ഉയർത്തും എന്നാണ് യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയത്. പ്രിയ ദൈവജനമേ, നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ വേദനകളുടെ മധ്യത്തിൽ, ഭാരങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, സങ്കടങ്ങളുടെ മധ്യത്തിൽ, നിരാശകളിൽ ഈ ഒരു പ്രതീക്ഷയുടെ അനുഭവം ഉണ്ടാകണം. അവരെന്നെ കൈവിടുന്ന ദൈവമല്ല. യോസേഫിനെ പൊട്ടക്കിണറ്റിൽ വിട്ടിട്ട് പോയ ദൈവമല്ല. ദാനിയേലിനെ സിംഹക്കുഴിയിൽ വിട്ടിട്ട് പോയ ദൈവമല്ല. അവിടെ നിന്ന് കയറ്റി ജീവിതത്തിന്റെ പുത്തൻ മേഖലകളിലേക്ക് സഞ്ചരിപ്പാൻ സഹായിച്ച ആ ദൈവത്തിന്റെ കാര്യങ്ങൾ അത് കൂടുതലായിട്ടില്ല. ദാവീദ് പറയുകയാണ്, എനിക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു. പ്രിയ ദൈവജനമേ, ഇന്ന് ഞാൻ നിങ്ങളോട് ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഈ ദൈവവചനം പങ്കിടുമ്പോൾ ഞാനും ദാവീദിനോട് കൂടെ ചേർന്ന് പറയും, എനിക്ക് വേണ്ടി സകലതും നന്നായി ചെയ്ത ഒരു ദൈവം ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നു ഈ ദൈവവചനവുമായി. It is not because of my merit. Hallelujah. Hallelujah. കൈകളിലേക്ക് പറഞ്ഞാട്ടെ. Hallelujah. എനിക്ക് വേണ്ടി സകലവും ചെയ്യുന്ന, നിർവഹിക്കുന്ന, നന്നായി ചെയ്യുന്ന ദൈവം. ഇനി മൂന്നാമത്തെ അനുഭവം, അവൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കുന്നവന്. He is my Redeemer. He is the Redeemer. മറ്റാരുമില്ല. He is the Redeemer. അവൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കുന്നവനാണ്. 46-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. പിന്നെ പറയുന്നതാണ്, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയുമാണ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോകട്ടെ, പർവ്വതങ്ങൾ കുലുങ്ങി
സമുദ്രമധ്യേ വീഴട്ടെ, സമുദ്രത്തിലെ വെള്ളം നിരച്ച് കലങ്ങട്ടെ, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങട്ടെ. നാം ഭയപ്പെടുകയില്ല. എന്തുകൊണ്ട്? ആ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. He is in the midst of all our trials and tribulations. അവൻ വിടുവിക്കുന്നവനാണ്. He is the deliverer. He is the redeemer. എന്റെ യേശു. പ്രിയ ദൈവജനമേ, ഞാനിവിടെ നിർത്തുകയാണ്. ദാവീദ് പറഞ്ഞു, എന്റെ ജീവിതം എന്താണ്? ആപത്തുകളുടെ ഒരു കൂമ്പാരമാണ് എന്റെ ജീവിതം. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുന്നുണ്ട്. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു. അഗ്നി ജ്വലിക്കുന്നവരുടെ ഇടയിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ, കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളും ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ അവർ എന്റെ കാലുകൾക്ക് വല വിരിച്ചു. എന്റെ മനസ്സിലിരിക്കുന്നു. This is the reality of my life. But I will not be shaken. I will sing and I will praise. And my heart is steadfast. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എന്തുകൊണ്ടെന്നാൽ മൂന്ന് കാര്യം. നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഇന്നലെയും ഇന്നും നിങ്ങളോടൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയിരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും മാറ്റം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നിന്റെ ചെറിയ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. എനിക്ക് വേണ്ടി സകലതും നന്നായി നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. മൂന്നാമതായി, സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി അവൻ എന്നെ രക്ഷിക്കുന്നു. പ്രിയ ദൈവജനമേ, ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇവിടെ നിൽക്കുന്നതിന് കാരണം ആ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിച്ച ദൈവത്തിന്റെ ബലമുള്ള ഭുജങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഞാൻ അനുഭവം ഇപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല, പറയാം. പ്രിയ ദൈവജനമേ, ഇത് ദാവീദിന്റെ അനുഭവം, എന്റെയും അനുഭവം. ഞാൻ ഇവിടെ പറയും, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. നമുക്ക് കണ്ണുകൾ